ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് പുറത്തുവിട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. അടുത്ത 3 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ കപ്പലിലെ അവശിഷ്ടങ്ങൾ കേരള തീരത്തെത്താൻ സാധ്യത കുറവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി. നിലവിൽ ഈ വാൻഹായ് 503 അതിൽ നിന്നുള്ള ഡെബ്രി അടുത്ത 3 മുതൽ 4 ദിവസത്തേക്ക് കേരള തീരത്തെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ ബുള്ളറ്റിനിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള അവലോകനം ഇന്ന് ഇൻകോയ്സ് പുറപ്പെടുവിക്കും എന്നറിയിച്ചിട്ടുണ്ട്. വാൻഹായ് 503 കപ്പൽ അപകടം സംബന്ധിച്ച് അവശിഷ്ടങ്ങൾ തീരത്തെത്താൻ സാധ്യത കുറവാണെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ജാഗ്രതയുടെ ഭാഗമായി സെൻട്രൽ മെറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും തീരദേശത്തെ കടൽവെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ തീരങ്ങളിൽ നിന്ന് കടൽവെള്ളവും ചെളിയും ശേഖരിച്ചാണ് പരിശോധന. അതേസമയം കോസ്റ്റ് ഗാർഡിന്റെ ദൗത്യം ഉൾക്കടലിൽ തുടരുകയാണ്. 10 മുതൽ 15 ഡിഗ്രി വരെ ഇടത്തോട്ട് ചെരിഞ്ഞു തന്നെയാണ് വാൻഹായ് 503 കപ്പലിന്റെ സ്ഥാനമുള്ളത്. കപ്പൽ ഒഴുക്ക് നിലച്ച് ഇപ്പോൾ സ്ഥിരാവസ്ഥയിലാണ്. നേരിയ തോതിൽ തീ കുറഞ്ഞുവെങ്കിലും ഇന്ധന ടാങ്കിലേക്ക് പടരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.